ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം എല്ലാവരും വിശേഷം? സുഖല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാത്രി 11 മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നാളെ കുറച്ചധികം സ്നാക്സ് എല്ലാം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അന്നേരം ഞാനിപ്പോൾ ഒരു സ്നാക്ക് റെസിപ്പി തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെജിറ്റബിൾസ് തന്നെ കട്ട് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അന്നേരം ഞാൻ തലേ ദിവസം നൈറ്റിൽ തന്നെ ഒക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ കയറിയതാണ് കേട്ടോ. മോർണിംഗ് കൊണ്ട് എന്തായാലും പിറ്റേ ദിവസമൊന്നും എത്രയും വെജിറ്റബിൾസ് അരിയൽ നടക്കില്ല. അപ്പോൾ അന്നേരം ഞാൻ കയറിയതാണ് കേട്ടോ. ലാസ്റ്റ് ഒരു വീഡിയോ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ അപ്ലോഡ് ചെയ്ത ടൈമിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നെല്ലാം. നമ്മൾ സൗദിയിൽ തായിഫിലാണ് കേട്ടോ നിൽക്കുന്നത്. തായിഫിൽ അൽക്കുർമ എന്ന് പറയും, ഒരു ഗ്രാമം പോലെയാണ് കേട്ടോ ഈ ഒരു ഏരിയ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷവർമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള വെജീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുക്കുംബറും ക്യാപ്സിക്കനും ഉള്ളിയും പിന്നെ ക്യാബേജും വന്നിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം കട്ട് ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലുള്ളൂ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. പിന്നെ ഈ ഒരു ഷവർമ പോക്കറ്റ് ഭയങ്കര വലിയൊരു റെസിപ്പിയും കാര്യമൊന്നുമല്ല, കോമൺലി എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി തന്നെയാണല്ലോ. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചിട്ട് അതിനെപ്പറ്റി പറയാനൊന്നുമില്ല തോന്നുന്നു എനിക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വെജീസും ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞാൻ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ വന്നിട്ടാണ് ഇതെല്ലാം. തലേ ദിവസം വെജീസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചതോട്ട് ആ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു 3 മണി ഈവനിങ് 3 മണി ടൈമെല്ലാം ആയപ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ 2 പാക്ക് ബ്രെഡാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാതും കൂടെ ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ എന്തോ തികയില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ അന്നേരം ഞാൻ കാക്കൂൻ്റെ അടുത്ത് പെട്ടെന്ന് എനിക്ക് 2 പാക്ക് ബ്രെഡും കൂടെ കൊണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് കാക്കൂന് ഷോപ്പിലേക്കെല്ലാം കൊടുത്തു വിടാനുണ്ടായിരുന്നു. ഉപ്പാക്കും നമ്മളെ ഇളയക്കാക്കും എല്ലാവർക്കും കഴിക്കാൻ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അന്നേരം അവർക്കൊക്കെ എനിക്ക് ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി എന്തായാലും എനിക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. പിന്നെ കാക്കു ഇപ്പോൾ ഈവനിങ് റെസ്റ്റെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഷോപ്പിലേക്ക് പോകുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കിച്ചണിൽ കയറിയതാണ് കേട്ടോ. ഞാൻ കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു ഞാൻ റൂമിൽ നിന്ന് പോന്നിട്ട്. അപ്പം എവിടെ എത്തി എന്നുള്ളത് നോക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ സെയിന് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ എണീറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും എടുത്ത് കുറച്ച് നേരം നിൽക്കണം എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ടൈമിൽ കൗണ്ടറിൻ്റെ മുകളിൽ ആളിരുത്തുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം സ്പൂണും എല്ലാതും കൗണ്ടറിൽ ഉണ്ടായതിനേയും കൊണ്ട് ആൾക്ക് അതൊക്കെ എടുത്ത് കളിക്കാമല്ലോ. ആൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു 4-5 എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് എനിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടാത്തതിനും കൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ജസ്റ്റ് ബ്രെഡ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൈദ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട് കേട്ടോ. ബ്രെഡെല്ലാം ഒന്ന് ഞാൻ ഇപ്പോൾ 40ഓളം ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കാര്യം എന്താ വെച്ചാൽ നമ്മളിവിടെ ഫാമിലിയിലുള്ള ഗേൾസ് എല്ലാവരും ഒന്ന് ജസ്റ്റ് പാർക്കിലൊന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നേരം ഓരോരുത്തരും ഓരോ സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടാന്ന് പറഞ്ഞിട്ടുള്ളത്.
അപ്പം രാത്രി 9 മണിക്കാണ് നമ്മളെല്ലാവരും പാർക്കിലെത്താമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ടൈം എന്തായാലും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെ ടെൻഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കഴിയൂലേ ആ നേരത്തിന് എന്നുള്ളത്. പിന്നെ ഞാൻ ആദ്യം ഫ്രൈ ആക്കി വെച്ചതായിരുന്നു കേട്ടോ കാക്കൊരു ഷോപ്പിൽ ഉപ്പാക്കെല്ലാം കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വരെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ തൈഫിൽ ഭയങ്കര തണുപ്പതിനെ കൊണ്ട് അത്രയും നേരം ലാസ്റ്റ് ഉപ്പൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാം തണുത്തൊരുമാതിരി ടേസ്റ്റ് എല്ലാം പോവുമല്ലോ. അപ്പം അന്നേരം ലാസ്റ്റ് ചുട്ടതെല്ലാം ഞാൻ ലാസ്റ്റിക്കാണ് കേട്ടോ വെച്ചത്. ഫസ്റ്റ് ചുട്ടതെല്ലാം ഞാൻ ഉപ്പാക്ക് ഷോപ്പിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഫ്രൈ ആക്കലെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ജസ്റ്റ് ഞാൻ തലേ ദിവസം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെജീസ് എല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കാനുണ്ട് കേട്ടോ. മയോണൈസും അതുപോലെ കെച്ചപ്പെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മയോണൈസ് ഹോം മെയ്ഡാണ് കേട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പി വേണമെന്നാണെങ്കിൽ ഞാൻ ആക്കാം കേട്ടോ. ഞാൻ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് പാലാണ് കേട്ടോ എടുക്കാറുള്ളത്. മുട്ടൊന്നും ചേർക്കാറില്ല കേട്ടോ, നോർമലായിട്ട് ഞാൻ കേട്ടോ ഉണ്ടാക്കാറ്. എങ്കിലും നല്ല തിക്കായിട്ട് വരാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് ബ്രെഡിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ഈ ഒരു മിക്സ് ഉള്ളിലേക്ക് അങ്ങോട്ട് ഫില്ലാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം ഷവർമ വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അല്ലല്ലോ കിട്ടുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് സ്നാക്സ് ആണല്ലോ, ബ്രെഡ് പോക്കറ്റ് ഷവർമയാണല്ലോ ഇത്. കറക്റ്റ് ഷവർമ എന്ന് പറഞ്ഞാൽ കുപ്പൂസിലെല്ലാം ഒരുപാട് ജ്യൂസ് ആയിട്ട് മയോണൈസ് ഉണ്ടാവും, ചിക്കനെല്ലാം ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ആവുമല്ലോ അല്ലേ. എനിക്കൊന്നും കൂടെ അതാണ് കേട്ടോ ഇഷ്ടം ഈ ഒരു സ്നാക്കിനേക്കും. ഇനിയിപ്പോൾ നെക്സ്റ്റ് എല്ലാം കൂടെ ഒന്ന് പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ആ സ്നാക്സ് എല്ലാം ഞാൻ വലിയൊരു കണ്ടെയ്നറിലാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഫോയിൽ പേപ്പറെല്ലാം ഫസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിലാണ് സ്നാക്സെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നത്. കാര്യം തൈഫിൽ നല്ല തണുപ്പതിനെയും കൊണ്ട് ഇനിയിപ്പോൾ സ്നാക്സൊന്നും തണുത്ത് പോവണ്ട, എന്തായാലും ഇങ്ങനത്തെ എല്ലാം കഴിക്കുമ്പോൾ ചൂടോടുക്കനെ കഴിക്കുന്നതാണല്ലോ എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം അന്നേരം ഞാൻ നല്ല കവറാക്കിയിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ റൂമിനെല്ലാം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മൾ നിൽക്കുന്ന ഫ്ലാറ്റിൽ നമ്മളെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ, ഒരു ഫാമിലി ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ അവരും കൂടെ ആണ് കേട്ടോ നമ്മൾ ഇപ്പോൾ പാർക്കിൽ പോകുന്നത്. പിന്നെ മാഷാല്ലാ എല്ലാ സ്നാക്സും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. ഇങ്ങനെ എണ്ണക്കടികളെല്ലാം കഴിക്കുന്ന ടൈമിൽ അന്നേരം എനിക്ക് നമ്മളെ നാടും വീടെല്ലാം കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അൽഹംദുലില്ലാ നമ്മൾ കൂടെ ഇരുന്ന് അതെല്ലാം കഴിച്ച് പിന്നെ അങ്ങനെ പിരിയാന്ന് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ കൂടെ നമ്മളെ ഹസ്ബൻഡൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നേരം അവർക്കുള്ളത് നമ്മൾ പാക്ക് ചെയ്തിട്ട് റൂമിൽ അവർ ഉണ്ടാക്കിയത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഇത്രയ്ക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുമെന്നാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ പ്രീവിയസ് വീഡിയോസൊന്നും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇൻഷാല്ലാ വേറെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.